പഴയന്നൂർ സപ്ലൈകോയുടെ മാവേലി സ്റ്റോറിലേക്ക് മാർച്ച് നടത്തി. അവശ്യ വസ്തുക്കൾ സബ്സിഡി നിരക്കിൽ ലഭിച്ചിരുന്ന സപ്ലൈകോ മാവേലി സ്റ്റോറുകളിൽ സാധനങ്ങൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഴയന്നൂർ മണ്ഡലം മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാലിക്കലങ്ങളുമായി മാവേലി സ്റ്റോറിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടത്തിയ ധർണയുടെ ഉദ്ഘാടനം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PM അനീഷ് നിർവഹിച്ചു. മഹിളാ കോൺഗ്രസ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് സൗഭാഗ്യവതി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഴയന്നൂർ മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ലതാ സാനു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് T നിർമ്മല മുഖ്യാതിഥിയായി പങ്കെടുത്തു. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രാധാമണി, കൊണ്ടാഴി പ്രസിഡന്റ് കോമള മോഹനൻ, ചേലക്കര മണ്ഡലം പ്രസിഡന്റ് സരിത പ്രഭാകരൻ, പഴയന്നൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രകാശൻ KK, PK മുരളീധരൻ, VK ശ്രീകുമാർ, TVK ബാലകൃഷ്ണൻ നായർ, TR സുഗു മറ്റു കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തു. ഒന്നുമില്ല കാര്യം ഇതിലൂടെ ഉദ്യോഗസ്ഥന്മാരോടാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, എന്തില്ലാന്നുണ്ടെങ്കിലും മുണ്ടാൻ പാടില്ല. ഒരാള് സന്ദർശിക്കാൻ വേണ്ടി ആരും ഇവിടെ സന്ദർശിക്കരുത്. സബ്സിഡി വിഭാഗത്തിന്റെ സബ്സിഡി വിഭാഗങ്ങൾ കംപ്ലീറ്റ് കാലി. കമ്പനിയുടെ ചായപ്പൊടി മറ്റൊക്കെ വെക്കാനാണ്. 10-20 സ്ത്രീകളുടെ ഉപജീവനമാർഗമായിരുന്നു. അവർ ഇവിടെ പാക്കിങ്ങും മറ്റതൊക്കെ ആയിട്ട് അതും പോയി. ഒന്നുമില്ല, സുഖമായ സർക്കാരിന്റെ സ്ഥാപനങ്ങളാണ്. അതിൽ നിന്ന് ഒരു സാധനങ്ങളും ഇല്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് ഇന്നത്തെ സർക്കാരിന്റെ ഭരണം. അതിനെതിരെയാണ് നമ്മൾ ഇന്നിവിടെ ഈ സപ്ലൈകോയുടെ മുന്നിലുള്ള മാർച്ച് നടത്തുന്നത്. കാലിക്കലം കൊണ്ട് ഈ തെരുവീതികളിൽ ഇറങ്ങിയിരിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന വെയിലത്തും കുടുംബത്തെ അവസ്ഥയും വീട്ടിലെ കാലിയായ അടുക്കളയും ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് സ്ത്രീകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥ പൊതുജനങ്ങൾക്ക് അറിയുകയല്ല. പലരും ഇതെല്ലാം കണ്ടും കേട്ടും ഇപ്പോഴും പ്രതിഷേധിക്കാൻ കഴിയാതെ, അതല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ മെനക്കെടാതെ, കാരണം വെട്ടവരുന്ന പോത്തിനോട് വേദോതിയിട്ട് കാര്യമില്ല എന്നല്ലാതെ എല്ലാ തരം അഴിമതികളും ചെയ്തിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ എന്ത് പറഞ്ഞിട്ടും ഒരു കുലുക്കവും ഇല്ലാതിരിക്കുന്ന ഒരു സർക്കാരാണ്, അതല്ലെങ്കിൽ നമ്മുടെ അധ്യക്ഷനാണ് നമ്മുടെ പിണറായി വിജയൻ. ആ സത്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒട്ടും തന്നെ എന്ത് പ്രതിഷേധിച്ചിട്ടും കാര്യമില്ല, ആൾക്കൊരു കുഴപ്പമില്ല എന്ന അവസ്ഥയിലാണ്. എന്നാൽ അതുകൊണ്ടൊന്നും നമ്മൾ അടങ്ങിയിരിക്കില്ല എന്ന ഒരു തീരുമാനത്തോടുകൂടി തന്നെയാണ് മഹിളാ കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച് റോഡിൽ ഇറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് പിന്നിൽ കാണുന്ന ഈ സപ്ലൈകോയുടെ അവസ്ഥ. പല മാധ്യമപ്രവർത്തകരും ഇതെല്ലാം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ റെക്കോർഡ് വളരെ ഒട്ടനവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓരോ സമരത്തിനും വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. മഹിളാ കോൺഗ്രസ് ഇതുപോലെ ഒരു സപ്ലൈകോ മാർച്ച് നടത്തുമ്പോൾ ഈ പഴയന്നൂരിലെ തെരുവീതികളിലൂടെ പോകുമ്പോൾ വല്ലാത്ത ഒരു ആകാംക്ഷയും പ്രതീക്ഷയും ആളുകൾ ഒരു പിന്തുണയും ഈ സമരത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കി. നമ്മൾ ഈ സമരം നടത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയോ മഹിളാ കോൺഗ്രസിന്റെയോ എന്തെങ്കിലും രാഷ്ട്രീയം പറയുന്നതിനും അപ്പുറത്തേക്ക് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ നാടിനും നമ്മുടെ സംസ്ഥാനത്തിനും ചെയ്യേണ്ട ഏറ്റവും ഒരു ചെറിയ കാര്യമാണ് പാവപ്പെട്ട ആളുകൾക്ക് അന്നമൂട്ടുക എന്നത്.
നമുക്കറിയാം, പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുൻപ് അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരള സംസ്ഥാനത്ത് ഒരു നിത്യോപയോഗ സാധനങ്ങൾക്കും വില കൂടുകയില്ല. അത് വന്ന ദേശാഭിമാനി പത്രം നമ്മളെല്ലാം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ദേശാഭിമാനി പത്രത്തിന്റെ വില കുറഞ്ഞു എന്നതൊഴിച്ചാൽ അന്ന് അതിൽ പറഞ്ഞ എല്ലാ സാധനങ്ങൾക്കും ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വില കൂടിയിരിക്കുന്നു. പിന്നീട് അവർക്കത് തെറ്റുപറ്റി, ഞങ്ങൾ പറഞ്ഞ തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. കഴിഞ്ഞ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെന്ന് അറിയില്ല, ഇതിനൊരു വകുപ്പ് മന്ത്രിയുണ്ട്, പേരാർക്കും അറിയാൻ സാധ്യതയില്ല അല്ലേ? ആർക്കെങ്കിലും അറിയാം ആരാ നമ്മളെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ഒരു സാധാരണ മനുഷ്യനോട് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ഏതോ ആ മന്ത്രി പറഞ്ഞു, ഞങ്ങൾ ആ പറഞ്ഞ തീരുമാനം മാറ്റി ഈ സാധനം